عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സമസ്തക്കാരുടെ പുതിയ സമ്മേളനത്തിൽ അമ്പലക്കടവ് ഫൈസി പറയുകയാണ്. അതായത് മരണപ്പെട്ടു പോയ ആളുകളെ കിതാബിലൊക്കെ പറയുന്നത് വിശുദ്ധാത്മാക്കൾ എന്നാണ്. അപ്പോൾ വിശുദ്ധാത്മാക്കളുടെ സഹായം എന്നത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. അത് കിതാബും സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നിട്ട് അയാൾ പറയുന്നു, ഈ മജ്ലിസിൽ തന്നെ ഒരുപാട് വിശുദ്ധാത്മാക്കളുണ്ട്, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നു എന്നത് ഉറപ്പാണ്. സംശയം കൂടിയല്ല, വിശുദ്ധാത്മാക്കൾ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയുമല്ല, മറിച്ച് ഉറപ്പാണ് എന്നിങ്ങനെ അയാൾ പ്രസംഗിച്ചത് കണ്ടു. മഹാത്മാക്കൾ മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നല്ല അവരെ കുറിച്ച് പറയുന്നത് കിതാബുകളിൽ അൽ അർവാഹുൽ മുഖദ്ദസ വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പിന്നെ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. വിശുദ്ധാത്മാക്കൾ യാഥാർത്ഥ്യമാണ്. അവർ മരിച്ചുപോയി മറഞ്ഞുപോയി എന്ന കാരണത്താൽ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ മുശ്രിക്കാവും കാഫിറാകും എന്ന വാദം നിരർത്ഥകമാണ്. എന്തുകൊണ്ട്? മലക്കുകൾ നമുക്ക് ഉപകാരം ചെയ്യുന്നില്ലേ? നമ്മൾ നോക്കണം, ചിന്തിക്കണം. അതായത് 100 കൊല്ലം എന്താണ് സമസ്ത ചെയ്തത് എന്നതിൻ്റെ ഒരു ചുരുക്കം ആണിപ്പോൾ ഇയാൾ പറഞ്ഞത്. ജനങ്ങളെ വിളിച്ചുകൂട്ടി അവർ അള്ളാഹുലേക്ക് അടുപ്പിക്കാനോ, അള്ളാഹുവിൽ നിങ്ങൾ അവലംബം അർപ്പിക്കണം, അള്ളാഹുൽ തവക്കുലാക്കണം, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണം എന്നൊന്നും പഠിപ്പിക്കാനല്ല ആളുകൾ വിളിച്ചു കൂട്ടുന്നത്. മറിച്ച് ഇത് പഠിപ്പിക്കാനാണ്, ശിർക്ക് പഠിപ്പിക്കാനാണ്. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാം, മഹിദി ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നത് വേറൊരു ഭാഷയിൽ മൂപ്പർ പ്രസംഗിച്ചതാണ്. കാരണം കുറേ ആളുകൾ കൂടുമ്പോൾ, കുറേ ആളുകൾ മാധ്യമങ്ങളും മറ്റൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നേർക്കുനേർ ഇത് പറയാൻ ആൾക്ക് തന്നെ ഒരു പ്രയാസം. അപ്പോൾ വേറൊരു ഭാഷയിൽ അവതരിപ്പിച്ച വിശുദ്ധാത്മാക്കളുടെ അവരുടെ സഹായം എന്ന് പറയുന്നത്, അവരെ കൊണ്ടുള്ള ഉപകാരം എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. മലക്കുകളുടെ സഹായം ഒക്കെ ആളുകൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രം. അങ്ങോട്ട് നമുക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് നേർക്കുനേരെ പറഞ്ഞില്ല, പക്ഷെ വളഞ്ഞ രൂപത്തിൽ പറഞ്ഞു. എന്താണ് പൈസങ്ങൾക്ക് നേർക്കുനേരെ പറയാൻ മടി? നിങ്ങൾ തന്നെ മുമ്പ് പറഞ്ഞതാണല്ലോ. അതായത് സിഹാസ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടുക എന്നത് നല്ലൊരു ബെൻസ് കാറിൽ പോകുന്നത് പോലെ വളരെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന, പെട്ടെന്ന് കാര്യം നടക്കുന്നതാണ്. ഇസ്തിഗാസ ശറഇൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഇൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. നമുക്ക് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച്, അയാൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? അതിൻ്റെ അർത്ഥം ആകത്തുക അള്ളാഹിനെ മാത്രം വിളിച്ച് ഒരാൾ തേടിയാൽ KSRTC കയറിയതുപോലെ എത്തി. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടിയാൽ നല്ലൊരു ബെൻസ് കാറിൽ പോയതുപോലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഉമ്മത്തിനെ വളർത്തിയെടുത്തത്? ഈ മുസ്ലിയാക്കന്മാർ എങ്ങോട്ടേക്കാണ് ഉമ്മത്തിനെ കൊണ്ടുപോകാൻ നോക്കുന്നത്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ എന്നാൽ ഈ വലിയ സമ്മേളന സദസ്സിലൊക്കെ നേരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് നേരെ അത് പറയാൻ മുസ്ലിയാക്കന്മാർക്ക് പലപ്പോഴും ഒരു മടി, അതും നമുക്ക് കാണാം. വളഞ്ഞ രൂപത്തിൽ അത് പറയും. കാരണം വിശുദ്ധാത്മാക്കൾ, മലക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒന്ന് തെറ്റിദ്ധരിക്കുമല്ലോ. അങ്ങനെയാണ് ഏത് പിഴച്ചവാദത്തിൻ്റെ ആളുകളും അവർ ശരിയുടെ എന്തെങ്കിലും മേമ്പൊടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. എന്നാലാണല്ലോ ഈ ബാത്തിലുകൾക്ക് ആളെ കിട്ടുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ മരിച്ച ആളുകളെ, മരണപ്പെട്ടു പോയവരെ വിശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞ് അതിൻ്റെ മറവിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ലോകത്ത് ശിർക്ക് തുടങ്ങിയത്, ലോകത്ത് ജനങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത് മരിച്ചുപോയ ആളുകൾ വിളിച്ചുകൊണ്ടാണ്. നൂഹ് അലൈഹിസ്സലാം വന്ന ജനത വിളിച്ചത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞ വിശുദ്ധാത്മാക്കളെയാണ്. വഖാലു ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന
വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഈ നൂഹിൻ്റെ വർത്തമാനം കേട്ട് ഉപേക്ഷിച്ച് കളയരുത്, ഇവരെ സൂക്ഷിക്കണം. അങ്ങനെ സമസ്തയുടെ സമ്മേളനത്തിൻ്റെ കാര്യമായ പ്രമേയം വഹാബികളെ സൂക്ഷിക്കണം. അതിനാണ് കൗമ് ഒരുമിച്ചുകൂടി. അതാണ് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ വേറെ മുസ്ലിയാർ കുറച്ച് മുമ്പ് പ്രസംഗിച്ചത് കമ്മ്യൂണിസത്തെക്കാൾ അപകടം വഹാബിസമാണ്. എന്താ അപകടം? വഹാബിസം. അതായത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഈ ജാറങ്ങളും ഈ ദർഗകളും ഈ മാലപ്പാട്ടുകളും മൗലിദുകളും റാത്തിബുകളും ഇങ്ങനെ ദീനിൽ തെളിവില്ലാത്ത നിങ്ങളുടെ ആടിയും പാടിയും ഡാൻസ് ചെയ്തൊക്കെയുള്ള ദിക്റുകളും ഒക്കെ ഉപേക്ഷിക്കണം. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിൻപറ്റണം. നബി പഠിപ്പിച്ചതുപോലെ അള്ളാഹിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത് വഹാബിസമാണ്. അതിനെ സൂക്ഷിക്കണം. അതാണ് ഞങ്ങളെ പ്രമേയം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൗമിന് ഇത്ര അധോഗതി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം, ഇവർക്ക് മുകളിൽ വേറെ ആരാണുള്ളത്? ചിന്തിച്ചു നോക്കി. അപ്പോൾ വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും അവരാരായിരുന്നു? നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകളായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഹാബി ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ഇബ്നു ജരീർ തബരിയുടെ തഫ്സീറിൽ മറ്റും നമുക്ക് കാണാം. അവരാരായിരുന്നു? അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയിൽപ്പെട്ട സാലിഹീങ്ങളായ ആളുകളായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. മുസ്ലിയാരെ ന്യായം വെച്ചിട്ട് അവർ ചെയ്തത് ശിർക്കല്ല എന്ന് മാത്രമല്ല നല്ല കാര്യമായി മാറും. ബെൻസ് കാറിൽ പോകുന്ന പോലെ അനുവദനീയം മാത്രമല്ല, വളരെ ഉപകാരമുള്ള കാര്യം ആയി മാറും. കാരണം വിശുദ്ധാത്മാക്കളാണ്. സഹാബിയാണ് പറയുന്നത്. ഇബ്നു ജരീർ തഫ്സീറിലാണുള്ളത്. എന്ത്? അസ്മാഉ റിജാൽ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ ജീവിച്ച സാലിഹീങ്ങളായ ആളുകളാണ്. അമ്പലക്കടവ് ഫൈസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധാത്മാക്കൾ. യഥാർത്ഥത്തിൽ നോക്കി, മുഅ്മിനീങ്ങൾ അവരുടെ അർവാഹ്, അവരുടെ റൂഹ് അത് ശുദ്ധമായ വിശിഷ്ടമായ റൂഹാണ്. അതാണ് അതിൽമേലാണ് ഇയാൾ കയറി പിടിക്കുന്നത്. അവരുടെ റൂഹ് നല്ല റൂഹാണ്. ആർക്കാണ് സംശയം? ഖബീസായ റൂഹുള്ള ആളുകളുണ്ട്, നല്ല റൂഹുള്ള ആളുകളുണ്ട്. ആരാ നല്ല റൂഹുള്ള തയ്യിബായ റൂഹുള്ള ആളുകൾ? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ. ആരാ ഖബീസായ റൂഹുള്ള ആളുകൾ? അത് ഇതുപോലെ ഷിർക്കിലേക്ക് നിൽക്കുന്ന ആളുകളാണ്. ഷിർക്കിൻ്റെ പ്രചാരകരും അതിൻ്റെ ആളുകൾ. അതാണ് ഖബീസായ റൂഹിൻ്റെ ആളുകൾ. നല്ല റൂഹുള്ള മുഅ്മിനീങ്ങൾ മരണപ്പെട്ടാൽ പ്രത്യേകിച്ച് അവരിൽ ഏറ്റവും ശ്രേഷ്ഠരിൽപ്പെട്ടവരാണ് ശുഹദ, ഷഹീദുകളായ ആളുകൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞത് കാണാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവർ എന്ന് വിചാരിക്കരുത്, മറിച്ച് അവർ അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നു. ആരാണ് അവർക്ക് റിസ്ക് കൊടുക്കുന്നത്? അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. യർസുഖൂൻ, അവർ റിസ്ക് നൽകുന്നല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് അവർക്ക് അള്ളാഹു റിസ്ക് നൽകുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവർക്കും എല്ലാവർക്കും റിസ്ക് നൽകുന്ന റബ്ബിനോട് തേടുക എന്നതാണ്. നിങ്ങളറിയുമോ, ഈ ആയത്തിനെ കുറിച്ച് വിവരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചു. ആല ഇമ്രാനിലെ ആയത്താണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അമ്മ ഇന്ന ഖദ് സഅൽന അൻ ദാലിക فأخبرنا أن أرواحهم في طير خضر تسرح في الجنة حيث شاءت وتأوي إلى قناديل معلقة بالعرش. ഞങ്ങൾക്ക് വിവരം ലഭിച്ചു, അഥവാ സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ശുഹദാക്കളുടെ റൂഹ്, അവരുടെ ആത്മാക്കൾ അത് പക്ഷിയുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എന്നിട്ട് അത് സ്വർഗത്തിൽ ഇങ്ങനെ പാറി നടക്കും. അള്ളാഹു ഉദ്ദേശിച്ച് ആ പക്ഷികൾ ഉദ്ദേശിച്ചെടുത്ത് എന്നിട്ട് അറശിനരികിൽ അറശിൽ തൂക്കിയിടപ്പെട്ട അതിൻ്റെ പ്രത്യേകമായ സ്ഥലത്തേക്ക് അത് ചെല്ലും. എന്നിട്ട് പറയുകയാണ്, ഫത്തല ഇലൈഹിം റബ്ബുക ഇത്ലാഅ. അവരെ അള്ളാഹു നോക്കി. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നുകൂടി ഭൂമിയിലേക്ക് തിരിച്ചുപോയി ഷഹീദുകളാകണം. ഷഹാദത്തിന് ലഭിച്ച, രക്തസാക്ഷിത്വത്തിന് ലഭിച്ച ശ്രേഷ്ഠത കൊണ്ട്. ആ ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു മസ്ഊദ് പറഞ്ഞതായി, ആ റൂഹുകൾ അള്ളാഹുവിനോട് പറയുമെന്നാണ്, വതുഖിറു നബിയന സലാം, അള്ളാഹുവെ ഞങ്ങളുടെ സലാം നീ നബി അറിയിക്കണേ. വതുഖ്ബിറുഹു അന്നാ ഖദ് റദീന വറുദി അന്ന, അള്ളാഹുവെ നീ ഞങ്ങളെ നബി അറിയിക്കണേ. എന്ത്? ഞങ്ങൾക്ക് നിന്റെ തൃപ്തി കിട്ടി, നീ ഞങ്ങളെ തൃപ്തിപ്പെട്ടു, ഞങ്ങൾ നിന്നെയും തൃപ്തിപ്പെട്ടു. മുസ്ലിയാർ പറയുകയാണെന്ത്? വിശുദ്ധാത്മാക്കൾ ദുനിയാവിൽ ഇടപെടും, ഭൗതിക കാര്യങ്ങളിൽ ഇടപെടും എന്നാണ് പറയുന്നത്. സദസ്സിൽ വന്നിരിക്കുക വരെ ചെയ്യുന്നുണ്ട്, ഉറപ്പാണ്, സംശയം കൂടിയില്ല അയാൾക്ക്. പക്ഷെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ഷഹീദുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഷഹീദുകളാണ് ഇവർ. അവർ പറയുകയാണ് എന്ത്? മരണശേഷം അള്ളാഹുവിനോട് പറയണം, റബ്ബേ ഞങ്ങളുടെ വിവരം ആരാ അറിയിക്കണേ? ഞങ്ങളുടെ നബി അറിയിക്കണേ. മുസ്ലിയാർ പറയുന്ന ദീനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദീനും ഇത്ര വ്യത്യാസമാണ്.
മുസ്ലിയാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ വിശുദ്ധാത്മാക്കൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും ഈ വിശുദ്ധാത്മാക്കൾ സംസാരിക്കാൻ യോഗ്യനായവർ ആരാണുള്ളത്? സഹാബത്തിനോട് വന്ന് പറയണം, അല്ല അള്ളാഹുവിനോട് പറയുക. അള്ളാഹു ആയത്തിറക്കാണ് എന്നിട്ട് അവരെക്കുറിച്ച് അവർക്ക് ഇതാണ് സംഭവിച്ചിട്ടുള്ളത്, അവർ സ്വർഗത്തിലാണ്, അവർക്ക് അള്ളാഹുവിൻ്റെ റിസ്ക് നൽകപ്പെടുകയാണ്. അപ്പോൾ നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇതാണ്. പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ വഞ്ചിക്കാൻ, അവരവരുടെ ദീനിൻ്റെ പേരിൽ പഴച്ച വഴികളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടുവെങ്കിലും ഇതിലൊക്കെ ഇടപെടും എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് അവർ മരണപ്പെട്ടിരുന്നു പറയുന്നത്? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളിൽ നിന്നൊഴികെ ബാക്കി അമലൊക്കെ മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. ഒരാൾ വിട്ടേച്ചു പോയ ജാരിയായ സദഖ, നിലനിൽക്കുന്ന ദാനധർമ്മം, ഉപകാരപ്രദമായ വിജ്ഞാനം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. നബി പറയുന്നത് അമലൊക്കെ മുറിഞ്ഞുപോയി എന്നാണ്. നിലനിൽക്കുന്നതായ അയാൾ ബാക്കി വെച്ച അമലിന്റെ പ്രതിഫലം അയാൾക്കുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മരണത്തോടെ മനുഷ്യന്റെ അമൽ മുറിഞ്ഞുപോയി. മുസ്ലിയാർ പറയുന്നു, അല്ല, മരണപ്പെട്ടവർ അവർ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടും, അവരങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവരുടെ സഹായം അത് പ്രതീക്ഷിക്കേണ്ട സഹായമാണ് എന്നിങ്ങനെ. നോക്കൂ നിങ്ങൾ, അവരെക്കുറിച്ച് മരണപ്പെട്ടവർ എന്നല്ല വിശുദ്ധാത്മാക്കൾ, മരണപ്പെട്ടവർ എന്നല്ല വിശുദ്ധാത്മാക്കൾ. മുഅ്മിനീങ്ങളുടെ റൂഹ് വിശുദ്ധമായ റൂഹാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ മരിച്ചവർ തന്നെയാണ്. മരിച്ചവരും ജീവിച്ചിരിക്കുന്ന ഒരുപോലെ അല്ലാന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്, അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അംവാതുൻ, അവർ മരിച്ചവരാണ്, ഗൈറു അഹ്യാഇൻ, അവർ ജീവനില്ലാത്തവരാണ്, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർക്കറിയുകയില്ല. ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ സ്വയം അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുന്നവരാണ്. എന്നിട്ട് മലക്കുകളുമായി കൂട്ടിക്കെട്ടുകയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ. നോക്കണം നിങ്ങൾ, മലക്കുകളെ സഹായം കിട്ടുന്നില്ലേ, മലക്കുകളെ കൊണ്ട് ഉപകാരമില്ലേ? എങ്ങനെയാണോ മലക്കിനെയും മരിച്ചുപോയ ആളുകളെയും താരതമ്യം ചെയ്യാം? മലക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരും ഒരുപോലെയാണോ? അള്ളാഹുവിൻ്റെ സൈന്യമാണ് മലായിക. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അള്ളാഹു കൽപ്പിച്ചത് ധിക്കരിക്കാതെ അവർ കൽപ്പിക്കപ്പെട്ടതെന്തോ അള്ളാഹു കൽപ്പിച്ചതെന്തോ അതുപോലെ പ്രവർത്തിക്കുന്നവർ. സുബ്ഹാനഹു ബൽ ഇബാദും മുക്രമൂൻ. മാന്യന്മാരായ അള്ളാഹുവിൻ്റെ അടിമകൾ എപ്പോഴും ഒരു ഇടവേളയുമില്ലാതെ, ഒരു മടിയോ ഒരു അലസതയോ ഒരു പ്രയാസമോ ക്ഷീണമോ ഇല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മലായിക. ആ മലക്കുകളെയും മനുഷ്യരെയും എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുക? നോക്കൂ, മലക്കുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ റൂഹ് പിടിക്കുന്ന മലക്കുകളുണ്ട്. മനുഷ്യർക്കാർക്കെങ്കിലും മനുഷ്യന് റൂഹ് പിടിക്കാൻ പറ്റൂ? എങ്ങനെയാണ് ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറയുക? ശരി, മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അവരെ പിന്തുണക്കും, അവരെ സഹായിക്കും. എന്നാൽ ഇതെല്ലാം പഠിപ്പിച്ച ഇതൊക്കെ ഖുർആനിലും സുന്നത്തിലും വന്നതാണ്. എവിടെയെങ്കിലും ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ ഈ ഫൈസിക്കോ അല്ലെങ്കിൽ അയാളെ പോലുള്ളവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ മലക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ, മലക്കുകൾ വിളിച്ച് സഹായം തേടാൻ ഒരായത്ത്? ഈ ശ്രേഷ്ഠതൊക്കെ പഠിപ്പിച്ചത്, മലക്കുകളുടെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും നിങ്ങൾ മലായിക്കത്തിനെ വിളിച്ചോളൂ, അവരോട് ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ, പാപം പൊറുക്കണേ, സഹായിക്കണേ, ഇവർ തേടുന്നത് പോലെ ഞങ്ങളെ കൈപിടിക്കണേ എന്നിങ്ങനെ അവരോട് ഇസ്തിഗാസ നടത്താൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രം തേടാനാണ്, അള്ളാഹുവിനോട് മാത്രം തേടാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയുടെ പിതൃ സഹോദരൻ്റെ മകന്, പ്രായപൂർത്തിയായിട്ട് അടുത്ത് പ്രായമുള്ള ആ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. മുസ്ലിയാരെ, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് പരലോകമുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹിനോട് മാത്രം തേടാനാണ്. അല്ലാതെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. വിശുദ്ധാത്മാക്കളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയല്ല ഉണ്ട്. അവരോട് അങ്ങോട്ട് വിളിച്ചു തേടുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടാത്തത്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. മലായിക്കത്തിൻ്റെ ഇങ്ങോട്ടുള്ള അവരെ കൊണ്ടുള്ള ഉപകാരം പറഞ്ഞ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങോട്ട് മരിച്ചവർ വിളിച്ചു തേടുക എന്ന കാര്യമാണ്, അങ്ങോട്ട് വിളിച്ചു തേടുക എന്ന കാര്യമാണ്. മലായിക്കത്തിന് ഈ കണ്ട ശ്രേഷ്ഠതകളൊക്കെയുള്ള മലായിക്കത്തിനോട് അങ്ങോട്ട് വിളിച്ചു തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നെയാണ് മരിച്ചുപോയ ആളുകൾ, മരണപ്പെട്ട ആളുകൾ, ഈ ശിർക്കിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിൻ്റെ നബിമാരെ മുഴുവൻ അള്ളാഹു നിയോഗിച്ചത് ഇതിനെതിരിലാണ്. അള്ളാഹുവിൻ്റെ കിതാബുകൾ മുഴുവൻ അള്ളാഹു അവതരിപ്പിച്ചത് ഈ ശിർക്കിനെതിരിലാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം തന്നെ ഈ ശിർക്കിനെതിരിലാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. മുസ്ലിം നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന ദീനും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ദീനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്?
മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചു, അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത് വിശ്വസിച്ചു. എന്നിട്ട് അവർ മരിച്ചുപോയ മൺമറഞ്ഞവരെ വിളിച്ചു തേടി. ഞാൻ ചോദിക്കട്ടെ അമ്പലക്കടവ് ഫൈസിയോട്, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവരൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വിശുദ്ധാത്മാക്കളിൽ പെടുമോ ഇല്ലേ? അവരുടെ റൂഹ് വിശുദ്ധമായ ആത്മാവാണോ അല്ലേ? ആർക്കാണ് സംശയം? അവരെക്കാൾ വിശുദ്ധരായ ആരുണ്ട്? അവരെ വിളിച്ചു തേടിയിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവരുടെ ബിംബം വെച്ചിരുന്നു കഅബക്കകത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ, ഇത് ചെയ്ത ആളുകളെ. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം ഇത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരോട്, ഈസ അലൈഹിസ്സലാം, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബിയുടെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹ വിശുദ്ധാത്മാക്കളാണോ അല്ലേ? അവരെ വിളിച്ചു തേടുന്നവരെ അള്ളാഹു പറഞ്ഞെന്താ? ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂന്നിൽ ഒരുവനാണ് എന്ന് പറഞ്ഞവർ നിഷേധികളായിരിക്കുന്നു. ഈസ അലൈഹിസ്സലാമിനെ വിളിച്ചു തേടുന്നവരെ, മറിയമിനെ വിളിച്ചു തേടുന്നവരെ നമ്മൾ പറയുന്നത് കാഫറുകൾ എന്നാണ്. അവരുടെ ആത്മാക്കൾ വിശുദ്ധമായ ആത്മാക്കളാണോ അല്ലേ? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി വിശുദ്ധരായ ആത്മാക്കളാണോ അല്ലേ? അവരെ വിളിച്ചു തേടിയാൽ ഒരുവൻ മുശ്രിക്കാകുമെങ്കിൽ പിന്നെ അവർക്ക് താഴെയുള്ള ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് തൗഹീദിലേക്ക് മടങ്ങുക, തൗഹീദിലേക്ക് തിരിച്ചു വരിക, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഇങ്ങനെ ജനങ്ങളെ വഴിപഠിപ്പിച്ചാൽ അള്ളാഹു വെറുതെ വിടുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ കേൾക്കുന്ന ആളുകൾ ഇത്തരം പഴച്ച ചിന്താഗതികളിലേക്ക് പോകുന്ന ആളുകളെ സൂക്ഷിക്കുക. സമസ്തയുടെ മദ്ഹ് പറയാൻ മത്സരിക്കാൻ ഇപ്പോൾ കുറേ ഒരു സമ്മേളനത്തിൻ്റെ ആളെ കണ്ട് രാഷ്ട്രീയക്കാരും കച്ചവടക്കാരും ഒക്കെ സമസ്തയുടെ മഹിമ പറയാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സമസ്തയുടെ മഹത്വം. സമസ്ത ചെയ്തത് ഇതാണ്. ഈ കാലം അത്രയും ജനങ്ങളെ ഈ ശിർക്കിലും ബിദ്അത്തുകളിലും തളച്ചിടാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് എടുത്ത പണിയൊക്കെ. അതിനുവേണ്ടിയാണ് ഈ സമ്മേളനം കൂടുന്നതും ഈ കണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതും. ഇത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനല്ല. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീൻ നമ്മൾ മനസ്സിലാക്കുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു തൗഹീദിലായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്.